ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു ചിക്കൻ ഉമ്മുക്കുൽസു ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചിക്കൻ ആണല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു പാൻ തന്നെ എടുത്തേക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 5 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ ഏലക്ക, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതായത് സാധാരണ ജീരകം, മോളായിട്ടുള്ള മല്ലി, ഇത്ര ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തീ കുറച്ചു വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ല് വീട് നിറയെ വരുന്ന സമയത്ത് നമുക്കിതൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല എരിവ് ആയിട്ടുണ്ടാവും. ഇഞ്ചി ചേർത്തിട്ടുണ്ട്, ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ ഞാൻ ആദ്യം വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് എണ്ണ കൂടി ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ക്രഷായി കിട്ടുകയുള്ളൂ. ബാക്കി ഇനി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മസാല മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ചിക്കൻ ക്യൂബ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ നല്ല പോലെ തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം സൈസുള്ള ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലും അതുപോലെ കാലിലും ഒക്കെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് മസാല ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഞാനിത് ഇപ്പോൾ ഇന്ന് രാത്രിയിലാണ് മസാല തേച്ച് വെച്ചിട്ടുള്ളത്. നാളെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത്ര നേരം ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കും. അപ്പോൾ എത്ര നേരം നമ്മൾ വയ്ക്കുന്നോ അത്രയും നന്നായിട്ട് ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിച്ചു കിട്ടും. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വയ്ക്കുക, എന്നാലാണ് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ ചിക്കനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് വച്ച് കൊടുക്കുക കേട്ടോ. ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് നമ്മൾ കുക്കർ ഓപ്പൺ ആക്കിയിട്ട് തിരിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡാണ് ഇപ്പോൾ വച്ചിട്ടുള്ളത് എണ്ണയിലേക്ക്. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ മുകളിലത്തെ ലിഡ് നമ്മൾ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും അതിട്ടിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ടോട്ടൽ കുക്കിംഗ് ടൈം വരുന്നത് ഒരു 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 20 മിനിറ്റ് വയ്ക്കുക. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ ഇതുപോലെ പൊട്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കുക കൂടി വേണം കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുന്ന സമയമാണ്. ഒന്ന് തണുത്തിട്ട് നമുക്കിത് എടുക്കാം. അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളവും എണ്ണയും കൂടി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് യൂസ് ഉണ്ട്, അതുകൊണ്ടിട്ട് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഈ ചിക്കനെ എണ്ണയിൽ വറുത്തെടുക്കാം.
ഒന്ന് ഫ്രൈ ആയി കിട്ടേണ്ടതായിട്ടുണ്ട്. മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ പൊരിച്ച് എടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം. എന്നിട്ട് ആ പൊരിച്ച എണ്ണയുണ്ടല്ലോ, ഇപ്പോൾ ചിക്കൻ മാറ്റിയിട്ടുണ്ട്, ആ പൊരിച്ച എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ സവാള കൂടി ഇട്ട് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. 2 രീതിയിൽ ഇതിൻ്റെ മസാല തയ്യാറാക്കാം. ഒന്ന് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള റോസ്റ്റ് ചെയ്യുന്ന പോലെ റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തു. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു കുറച്ച്. അതുപോലെ ഈ എണ്ണയിൽ നല്ല ഉപ്പ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിച്ച എണ്ണയാണല്ലോ. പിന്നെ ചിക്കൻ പൊരിച്ച എണ്ണയിൽ ഈ ഉള്ളി വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയല്ല ചേർത്തിട്ടുള്ളത്, വിനെഗർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഞാൻ ആ ഒരു ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഞാൻ വെറുതെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. 1 മുട്ട കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉമ്മുക്കുൽസുവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ടയൊന്ന് മസാല പിടിച്ചു കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ മുട്ടയിലേക്ക് നല്ലപോലെ തന്നെ മസാല പിടിക്കും. അപ്പോൾ ഒത്തിരി ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഗ്രേവി കുറച്ച് വേണം. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ 2 സവള ഫുള്ള് എടുത്തിരുന്നു. പക്ഷേ അത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും കറക്റ്റായിരുന്നു. ഇനി ഫില്ലിങ് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് മുട്ട കൂടി വച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഉമ്മുക്കുൽസു ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന മുട്ടയിൽ 2 ഗ്രാമ്പു കുത്തി കൊടുത്ത് കണ്ണാക്കി, പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് ത്രികോണം പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വച്ചിട്ട് നമ്മൾ അതിൻ്റെ കൊക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ ആയാലും മതി. ഞാൻ സ്പൂണാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മുട്ട അങ്ങ് ഇറക്കി വയ്ക്കുക. എന്നിട്ടൊരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടൊരു തട്ടവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ ഉമ്മുക്കുൽസു റെഡിയായി. ഇതിൻ്റെ ലുക്കിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ക്യാരറ്റ്, ക്യുക്കമ്പർ, ലെമൺ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഫില്ലിങ് അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, കുബൂസ് ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് മയണൈസ്, ടൊമാറ്റോ സോസും ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.